എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുട്ടൂസ് വെജ് ഫുഡ് വേൾഡ് എന്ന ചാനലിൽ ഒരു പാചകമല്ല കേട്ടോ, ഒരു ഓയിലാണ് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് അവർ തേച്ച് കുളിപ്പിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് കാരറ്റ് ഓയിൽ. അപ്പോൾ അത് നിറം വർദ്ധിക്കാനും അതേപോലെ പാടുകളൊക്കെ പോകാനും ഒക്കെ നല്ല ഉപയോഗമുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ കഴുകി ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റാണ്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് ചെറുതാക്കിയിട്ട് എടുക്കുകയാണ് എപ്പോഴും നല്ലത്. ഇനിയിപ്പോൾ ഇങ്ങനെ പറ്റില്ല എന്നുള്ളവർക്ക് മുറിച്ചിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്താലും മതി കേട്ടോ. ഇത് 5-6 ക്യാരറ്റ് തൊലി കളഞ്ഞ് ചീകി വെച്ചതാണ് കേട്ടോ ഇത്. പിന്നെ ഏകദേശം ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ്, അല്ലെങ്കിൽ വാങ്ങിയ വെളിച്ചെണ്ണയാലും മതി. അപ്പോൾ ഇത് നല്ല സ്മെല്ലുമാണ് കേട്ടോ, കാച്ചി കഴിഞ്ഞ് തേക്കുമ്പോൾ നല്ല സ്മെല്ലുമാണ്. അപ്പോൾ നമുക്കിതിന് എളുപ്പത്തിൽ വെച്ച് കാച്ചിയെടുക്കാം. അപ്പോൾ ആ ചീഞ്ചട്ടി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഏകദേശം ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമുക്കിനി മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. വല്ലാതെ തിളച്ച് എണ്ണ ചൂടായി വല്ലാതെ തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഇട്ടാൽ കുഴപ്പമില്ല, നീര് ഒഴിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അത് തിളയ്ക്കുന്നതിൻ്റെ മുമ്പ് ഒഴിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ ചിരകി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോഴേ കണ്ടോ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ കണ്ടോ എണ്ണയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ മഞ്ഞളിടാം, പക്ഷെ ഞാൻ മഞ്ഞളിടുന്നില്ല. കാരണം എന്താ വെച്ചാൽ മഞ്ഞളിട്ട് കഴിഞ്ഞാൽ നമ്മൾ തേപ്പിക്കുമ്പോൾ ഡ്രസ്സിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കളറ് ഇതാവുമ്പോൾ കളറൊന്നും പിടിക്കില്ല. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇത് ഈ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുമ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ ഒന്നോ കടലമാവ് അല്ലെങ്കിൽ ചെറുപയർ പൊടി തേക്കുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പോഴാണ് നമ്മുടെ എണ്ണ തള വറ്റണം, അതാണ് കണക്ക് കേട്ടോ. ആ ഇത് ഇട്ടുമ്പോൾ തിളച്ചുകൊണ്ടുണ്ടായിരുന്നില്ലേ നേരത്തെ, കണ്ടില്ലേ, അത് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കളർ വരും ഏകദേശം. അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് എണ്ണ അരിച്ചെടുക്കാം കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ എണ്ണയുടെ. അപ്പോൾ നമ്മുടെ ഓയിൽ റെഡി ആയിരിക്കുന്നു. ഇത് ഒരു 5-6 മാസം തുടർച്ചയായിട്ട് ഉപയോഗിച്ച് നോക്കൂ, തീർച്ചയായിട്ടും വ്യത്യാസം കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത്. ബൈ ബൈ.